The video is all about what I learned from my female friendships. 70% of ആൾക്കാർക്ക് മനസ്സിലാകില്ല ആൻഡ് 30% ഓഫ് ആൾക്കാർക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ ടോക്സിക് ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. Female friendships highlight the beauty of imperfection behind the surface of perfection. A place where tears, laughter, and love all come together. An exploration, development, and transformation of the self. On the path, however, some women must deal with toxic members of their own gender. വെൽക്കം ബാക്ക് ടു ഫാമിലി. ദിസ് ഇസ് മി മീറ്റർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അർച്ച ലേഖ രാജൻ ആൻഡ് നമ്മളുടെ ഈ ഒരു ചാനലിൽ കുറേയധികം ഇൻ്റർവ്യൂസ്, പോഡ്കാസ്റ്റ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ പ്ലീസ് ജോയിൻ മൈ ഫാമിലി. ഈ ഓരോ പോയിന്റ്സും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. ഞാൻ ഈ പറയുന്ന ഓരോ ഫ്രണ്ട്സും അവർക്ക് ബാഡ് ക്വാളിറ്റീസ് മാത്രമേ ഉള്ളൂ, ഗുഡ് ക്വാളിറ്റീസ് ഒന്നുമില്ല, അവർ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, ഞങ്ങൾ മ്യൂച്വൽ ബ്രേക്കപ്പ് ആയിട്ട് പോയി, അല്ലെങ്കിൽ മ്യൂച്വലി ഞങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ അവരുടെ ലൈഫ് ലോങ് അങ്ങനെയാണെന്നാണ്. ഒരിക്കലും ഇല്ല. അവർ മൂവ് ഓൺ ചെയ്ത് പുതിയൊരു പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ അവർക്ക് ആ ഒരു കണക്ഷൻ വരുമ്പോൾ ഓക്കെ ആവും. അതേപോലെയുള്ള നമ്മളുടെ ഏതൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുതലെടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ബോയ്സ് ആണ് ഫ്രണ്ട്സ് കൂടുതലുള്ളത്. 13 വർഷം ഞാൻ ഗേൾസിൻ്റെ കൂടെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഒട്ടും വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് റിലേഷണൽ ഡിവാലുവേഷൻ. പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കണം, എസ്പെഷ്യലി പെൺപിള്ളേർ ഗ്രൂപ്പായിട്ട് നടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഒരു കണക്ഷനാണ്. ബിക്കോസ് എപ്പോഴും ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സെയിം ജെൻഡർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനെ കാട്ടിയിട്ടും നമുക്ക് ഒരു ഷൈനെസ് കാണത്തില്ല, നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ ആകാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ട് തന്നെ എനിക്ക് കൂടുതലും അതിലൂടെ ആണ് ഇമ്പോർട്ടൻസ്. ബിക്കോസ് നമുക്ക് ഗേൾസ് ഓൺലി ആയതുകൊണ്ട് ബോയ്സ് ഫ്രണ്ട്സ് ആക്കാൻ പറ്റത്തില്ല സാഹചര്യമായിരുന്നു. ഐ വാസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് ദ ലാസ്റ്റ് ഓപ്ഷൻ. എൻ്റെ കണ്ണിൽ എല്ലാവരും ഈക്വൽ ആയിരുന്നു. സോ ഇവരിത് കാണിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലേ അവരും ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് എനിക്കൊരു ഡിഫറൻസിയേഷൻ തോന്നിയിട്ടില്ല. പല രീതിയിലും ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുമല്ലോ, ആ തീരുമാനങ്ങൾ ഞാൻ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം. അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൂടി വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ തന്നെ ഞാൻ ഇതല്ല, ഞാൻ വേറെ ആർക്കും വേണ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വിഷമം പറയുന്നത്, അമ്മ ഞാൻ അവരെ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടും അവരെന്നെ വാല്യൂ ചെയ്യണില്ല, അമ്മ അവരെന്നെ റെസ്പെക്റ്റ് ചെയ്യണില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് നോക്കി, ഫൈൻ, ഞാൻ ഓപ്പൺ അപ്പ് ചെയ്ത് പറയണം, എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് ഇത്രയും വിഷമമുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ളൊരു സ്പേസ് നിങ്ങൾ തരുന്നില്ല എന്ന് ഓപ്പൺ അപ്പ് ചെയ്യണോ. പക്ഷേ എനിക്ക് ഇൻ റിട്ടേൺ കിട്ടിയത് ഡിസ്റെസ്പെക്റ്റ്, എന്നെപ്പറ്റി മോശമായിട്ട് സംസാരിക്കലും, എന്നെ എന്തൊക്കെ പറയാമോ, എനിക്ക് ലൈക്ക് അവർ നമ്മളെ സഹിക്കുന്നു എന്നുള്ള രീതിയിലുണ്ടല്ലോ. ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ആളെ കുടുംബം വെളിയിൽ നോക്കുക, ആ ഒരു ഇത് മാത്രമേ എനിക്ക് പ്രയോറിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പം ഇത് 1, 2, 3, 4, 5 അത്രയും നമ്പർ ഓഫ് ടൈംസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പല ഗ്രൂപ്പ്സിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി വാട്ട് ഐ ലേൺഡ് ഇസ്, എനിക്ക് വേണ്ടത് എൻ്റെ സെൽഫ് വാലിഡേഷനാണ്, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. കാരണം ഇത്രയും ഗ്രൂപ്പ്സിൽ നിന്നും ഡിസ്റെസ്പെക്റ്റ് മാത്രമാണ് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് എന്നെ വളരെ പുച്ഛത്തോട് മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. ഇത്രയും നാൾ ഞാൻ ബാക്കിയുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്തോണ്ടിരുന്നു, ബാക്കിയുള്ളവരെ വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരിക്കലും എന്നെ പറ്റിയിട്ട് അവിടെ ഞാൻ ചിന്തിച്ചിട്ടില്ല, എന്നെ അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ലൈഫിൽ വലിയൊരു ഫാക്ടറാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാം ആവാം, നമുക്ക് വളരെ നല്ല ഗ്രൂപ്പ്സ് ഫ്രണ്ട്സ് ആകാം, പക്ഷേ അതൊരിക്കലും നിങ്ങളെ മറന്നിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കരുത്. ഒരു അടിമയെ പോലെ സ്ലേവിനെ പോലെ ഒരിക്കലും നിൽക്കരുത്. അത് നിലനിൽക്കില്ല. നമ്മുടെ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കി ആ ഒരു പൊസിഷനിൽ നിൽക്കുക, എങ്കിൽ അത് നല്ല രീതിയിൽ പോകും. ഇന്റേണലൈസ് ഷെയിം ആൻഡ് സെൽഫ് ഇമേജ്. ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് പഠിച്ചത് കൂടുതൽ ഗേൾസിൻ്റെ അടുത്തുനിന്നാണ്. എൻ്റെ കണ്ണിൽ എല്ലാവരും സുന്ദരികളായിരുന്നു. അതിപ്പം ഏത് കളർ ടോൺ ആയിക്കോട്ടെ, ഏത് ബോഡി സൈസ് ആയാലും എൻ്റെ കണ്ണിൽ എല്ലാവരും സുന്ദരിമാരായിരുന്നു. ഞാനൊരിക്കലും മറ്റൊരാളുടെ ഇമേജ് കണ്ടിട്ടോ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടോ ഞാൻ കളിയാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരാൾ കളിയാക്കുമ്പോൾ ഓക്കെ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ റൈറ്റ് ആയിരിക്കാം. കാരണം ഞാനങ്ങനെ പറയത്തില്ല, ബിക്കോസ് എൻ്റെ കണ്ണിൽ അത് പെർഫെക്റ്റ് അല്ലേ.
അവരെ കണ്ണി ഞാൻ മോശമായിട്ടല്ലേ അവരെന്നെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തോ ശരിയുണ്ട് എന്നുള്ളൊരു ഇമേജ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ ഈ കളിയാക്കി വിഷമിച്ച് പറയുമ്പോഴത്തേക്ക് അത് എനിക്ക് എന്തുമാത്രം വിഷമമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ആരും എങ്ങനെ ചെയ്യത്തില്ല. ഒരു തവണ പുറകെ സ്വാഭാവികമായിട്ട് ആമ്പിള്ളേർ നടക്കുമല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ അത് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി തന്നെയൊക്കെ പുറകെ ആര് നടക്കാനാണോ, അവൻ കണ്ണു പൊട്ടനാണോ? അത് തമാശ രൂപേനെ പറഞ്ഞാണെങ്കിലും അത് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ നമ്മൾക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ആണല്ലേ അവർ തരുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോൾ ഗ്രാജുവലി എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ തന്നെ അങ്ങ് വലയാൻ തുടങ്ങി. ഓക്കെ ഫൈൻ, എൻ്റെ കൂടെയുള്ള മെജോറിറ്റി ഓഫ് പെമ്പിള്ളേർ വന്നിട്ടുണ്ട് എന്നെ കാണാൻ കൊള്ളത്തില്ല, ഒരു വഴിക്ക് കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്. അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്നത് മെജോറിറ്റി ഓഫ് അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ ഞാൻ കൊള്ളില്ല. അപ്പോൾ ഞാൻ തന്നെ എന്നെപ്പറ്റി മോശമായിട്ട് ഒരു സെൽഫ് ടോക്ക് ഉണ്ടല്ലോ, അത് നെഗറ്റീവ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല, അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞ ചുമ്മാ നിങ്ങൾ തള്ളല, എനിക്ക് ദേഷ്യം വരുമായിരുന്നു. പിന്നീട് കുറച്ചും കൂടെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എനിക്ക് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയതോ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഞാൻ വാട്ട് ഐ ലേൺഡ് ഈസ്, അവർ പറയുന്നത് അവരുടെ അഭിപ്രായമാണല്ലേ, ഞാൻ നല്ലതെന്ന് അവരെ പറയുന്നത് എൻ്റെ അഭിപ്രായമായിരിക്കും. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആ അഭിപ്രായമായിരിക്കത്തില്ല. അപ്പം അവരുടെ മൈൻഡിൽ എന്നെ പറ്റി തോന്നിയ ഒരഭിപ്രായം അതെങ്ങനെ എൻ്റെ അഭിപ്രായമാകും? എനിക്ക് എന്നെ പറ്റിയിട്ടൊരു ഇമേജിൽ ഈ പറയണ ഞാൻ അവരെ പറ്റി മോശം പറഞ്ഞാൽ അവർ തളരുമോ? ഇല്ല, ബിക്കോസ് അവർക്ക് അവരെ പറ്റിയിട്ട് എന്ത് ഇമേജാണെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അത് മറ്റൊരാൾ പറഞ്ഞാൽ മാറ്റാവുന്നതയോ തീരാവുന്നതയോ മാറ്റരച്ച് കളയാവുന്ന ഒരു സാധനമല്ല. അതേപോലെ തന്നെ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അടിപൊളി ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാനൊരിക്കലും ഒരു മനുഷ്യൻ്റെ കളറിനെയോ അയാളുടെ റേസിനെയോ അയാളുടെ ബോഡി ടൈപ്പിനെയോ ഞാൻ ഒരിക്കലും പോലും തമാശയ്ക്ക് പോലും കളിയാക്കില്ല. അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. അതിൽ ഞാൻ ഭയങ്കര എന്നെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുഞ്ഞു കാര്യങ്ങൾ എന്നെ തന്നെ കണ്ടെത്തി. ഓക്കെ, ഇത്രയും നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ, അപ്പോൾ എങ്ങനെ ഞാൻ മോശമാണ്, ഞാൻ അടിപൊളിയില്ലേ, ഞാൻ ഭയങ്കര കിടിലല്ലേ എന്ന് എനിക്ക് മനസ്സിലായി. പാസീവ് അഗ്രഷൻ ബിഹേവിയർ ആൻഡ് ഫീമെയിൽ ടു ഫീമെയിൽ എനിമി. ഈ ഗോസിപ്പിങ്ങും ബാക്ക് സ്റ്റാബിങ്ങും ഒക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഗേൾസിൻ്റെ ഇടയ്ക്ക് തന്നെയാണ്. ബോയ്സിൻ്റെ അടുത്ത് ഇല്ലെന്നല്ല, ഉണ്ട്. ബട്ട് ദെൻ ഗേൾസിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു കുറച്ച് കൂടുതലാണ്. ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ചിലപ്പോൾ കോൺഷ്യസ്ലി ആയിരിക്കാം, സബ് കോൺഷ്യസ്ലി ആയിരിക്കാം ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ഒരു ടോക്സിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു കമ്പാരിസൺ, അവൾ എന്നെക്കാട്ടിയും വളരുന്നുണ്ടല്ലോ. ചിലപ്പോൾ അത് സോഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഡ്രസ്സിങ് ആയിരിക്കാം, സ്റ്റൈലായിരിക്കും. ആരും എന്നെക്കാട്ടിയും വളരുത്, ഞാനായിരിക്കും ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ടോക്സിക് മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്യുന്നത് കൂടുതലും ഗേൾസിൻ്റെ ഇടയ്ക്കാണ് കണ്ടിട്ടുള്ളത്. ഒരു റാഷണൽ അഗ്രഷൻ്റെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ ഇൻസെക്യൂരിറ്റീസ് കാരണമാണ്. അവരെ തന്നിട്ടുള്ളൊരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ആണ് അവരോട് എക്സിബിറ്റ് ചെയ്യുന്നത്. വാട്ട് വി നീഡ് ഇസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ വളരുന്ന പോലെ ബാക്കിയുള്ളവർ നമ്മളുടെ കൂടെ വളരണം, നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മളുടെ ചുറ്റാകെ നിൽക്കുന്നവരും സക്സസ്ഫുൾ ആകണമെന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും വെളിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്നേഹിടാന്ന് നന്നായിട്ടുണ്ടോ, അടിപൊളിയായിട്ടുണ്ടോ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എന്നെക്കാട്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് നോക്ക്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ എത്രയും ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇന്നർ സെൽഫ് ഉണ്ടല്ലോ, അത്രയും സെൽഫായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമേജാണ് നിങ്ങളവിടെ കൊടുക്കുന്നത്. ഞാൻ എന്നിൽ കണ്ടിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പിള്ളേർ. ഞാൻ അത്യാവശ്യം നല്ല പെൺപിള്ളേർ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പോയി അപ്രീഷിയേറ്റ് ചെയ്യടാ, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കാരണം എൻ്റെ അടുത്തത് ഒരാൾ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ് അവിടെ തരുന്നത്. അതേപോലെ ഞാനിത് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ ഡേ തന്നെ ഹാപ്പിയാകാം, അവർക്കൊരു കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യുക. എന്നെ കൂടെ ഒന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നീ എന്തിനാ അങ്ങനെ പോയി പറയണം, അതൊന്നും ശരിയല്ല, നമ്മുടെ വാല്യൂ പറയും. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരാളുടെ അടുത്ത് അയാളുടെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അവിടെ നമ്മുടെ വാല്യൂ പറയണം? എനിക്കതിൽ വിശ്വാസമില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെടുത്ത് നോക്കിയാലും അവർക്ക് എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവർ നന്നാകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മളിപ്പം ഈ ഒരു ബാക്കിയുള്ളവരെ തളർത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ ആ കുറച്ച് നാളത്തേക്കൊന്ന് സെറ്റപ്പാവും. പക്ഷെ ഒരിക്കലും ആ ഒരു എൻഡ് ലെവലിൽ അവർക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ഇൻസെക്യൂരിറ്റീസ് അവരെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇൻസെക്യൂരിറ്റീസും നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉള്ള ഒരാൾക്ക് ഒരിക്കലും അവരുടെ ബെസ്റ്റ് കൊടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബാക്ക്സ്റ്റാബിങ്ങും ഗോസിപ്പിങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാബിച്വൽ ബിഹേവിയർ വിത്ത് എ കോൺഷ്യസ് തോട്ട്. അതിന് എക്സ്ക്യൂസ് ആണ്, മോഡേൺ ന്യായം എന്നൊക്കെ പറയത്തില്ലേ. സോ ഇതേപോലത്തുള്ള ഒരു ഗോസിപ്പിങ്ങിലും ഇൻസെക്യൂരിറ്റീസിലും നിങ്ങൾ വീഴാണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് ദ എൻഡ് റിസൾട്ട് വിൽ ബി മാജിക്കൽ. ഐഡന്റിറ്റി എൻഹാൻസ്മെന്റ് ആൻഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഗേൾസിൻ്റെ ഇടയ്ക്കാണ്.
1% പോലും ഞാൻ ബോയ്സിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടില്ല. കാരണം ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു പവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. ഭയങ്കര പ്രഷർ ഉണ്ടാകും, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ബിക്കോസ് ആ ഒരു ഇമേജ് നമ്മൾ സൂക്ഷിക്കണമല്ലോ ഇതാ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ. അതേപോലെ തന്നെ ഭയങ്കര സൂപ്പർഫിഷ്യാലിറ്റി ആയിരുന്നു ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും. ഭയങ്കര മീനായിട്ടുള്ള ആൾക്കാർ. ഞാൻ പഠിച്ച വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റീനെ ഞാൻ എംപ്രൈസ് ചെയ്യണം. ഞാൻ ബാക്കിയുള്ളവരെ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരുങ്ങണം. ഞാൻ എപ്പോൾ വെളിയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് പോരുന്ന ഒരാൾക്കാരാണ്. കാരണം അതെന്തുകൊണ്ടാണ്? ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പം ഞാൻ ചെയ്യും, പക്ഷേ ഇറ്റ്സ് ഫോർ മൈ സെൽഫ്. പണ്ട് ഞാൻ ചെയ്തിരുന്ന ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഐ ഷുഡ് എംപ്രൈസ് മൈ ഇൻഡിവിജ്വാലിറ്റി, ഐ ഷുഡ് എംപ്രൈസ് മൈ ഓൺ തിങ് എന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മൾ പല സ്ഥലത്ത് നല്ല ഫ്രണ്ട്സിനെ നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കണം. കാരണം പല കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ആങ്ഷ്യസ് പ്രീ ഒക്യുപ്പൈ അറ്റാച്ച്മെൻറ്റ് ആൻഡ് കെയർ ഗിവിങ് പേഴ്സണാലിറ്റി. ആ ഫ്രണ്ട്സിൻ്റെ അടുത്തൊരു മതേർലി ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. കാരണം അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് അവരെ തിരുത്തുക, എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരിക, അവരെ പാമ്പർ ചെയ്യുക, അവരെ വഴക്ക് പറയുക, അവരുടെ അടുത്ത് എംപത്തൈസ് ചെയ്യുക. അങ്ങനെ ആ മക്കളെ നോക്കൂലേ, അതേപോലെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ നല്ല ഉള്ള പ്രദേശത്തു നിന്ന് വന്ന ഒരാളാണ്. അപ്പം ഞാൻ അവരുടെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും അവർക്ക് ഇതൊന്നുമല്ല കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് ഉള്ളൊരു ഗ്രൂപ്പ്, ഒരു ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നേച്ചറുള്ള ആൾക്കാരാണെന്ന് എനിക്കിപ്പോൾ അതൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഞാനും അതിനെ ഫിറ്റ് ചെയ്യാൻ നോക്കി. ബിക്കോസ് അതാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അത് ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അതിലൊരു വലിയ മാറ്റം എനിക്ക് കാണാൻ പറ്റി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ കമൻ്റ് അടിച്ചാലോ മോശമായിട്ട് സംസാരിക്കും, ഞാൻ സ്പോട്ട് ചോദിക്കും. ഭയങ്കര ധൈര്യം ഒന്ന് ഭയങ്കര. രണ്ടാമത്തേന് ഞാൻ പോയി ചോദിക്കും എന്നെ ഒന്നും തീർന്നു. കാരണം എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞാൽ തീർന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന ടൈമിൽ ഒരു ബേക്കറി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടീനെ പറ്റിയിട്ട് ഓപ്പോസിറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആമ്പിള്ളേരാണ് നിന്ന് അവർ കമൻ്റ് അടിച്ചു. ഞാൻ നല്ല ചോദിച്ചു. ഞാൻ പോയി ഒരു ഡയലോഗ് അടിച്ചു. ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കല്ലോ, ഗ്രൂപ്പായിട്ട് അമ്മമാരവിടെ ഇരിക്കുമ്പോൾ ഞാൻ പോയി ചോദിച്ചു. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്ന പെൺപിള്ളേരെ ഇൻക്ലൂഡിങ് ഞാൻ സപ്പോർട്ട് ചെയ്ത കുട്ടി പറഞ്ഞത് ആർച്ച നീ പറഞ്ഞു ശരിയായി. വാസ് ലൈക്ക് അപ്പോഴത്തേക്ക് മെയിനിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പയ്യന്മാർ വന്നു. ഈ പയ്യന്മാർ ഗ്രൂപ്പായിട്ട് ആൺപിള്ളേരെല്ലാം കൂടെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പേടിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് വെളി കാണിക്കുന്നില്ല, എന്നാലും ഉള്ളിലൊരു പേടിയാണല്ലോ. അങ്ങനെ വന്നത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ബാക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഒറ്റ പിള്ളേരെ കാണുന്നില്ല, എല്ലാവളുമാരും ഓടിക്കളഞ്ഞു. അപ്പം അതെനിക്ക് അങ്ങ് കൊണ്ട്. കാരണം എനിക്ക് ഈ പറയണ പോലെ വാല്യൂ കൊടുത്തില്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അത്രയും നിന്നൊരാളാണ്. പക്ഷേ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും അതും അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഒറ്റപ്പെടുത്തി കളഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു. ഞാൻ കൂടുതൽ നമ്മുടെ ഒരു ഇമോഷണൽ കണക്ഷൻ, ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു. അതിപ്പോൾ ഇനി ഇത് ഫ്രണ്ട്ഷിപ്പിൽ നോക്കിയാൽ ഞാൻ ഭയങ്കര ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു. ഇതെന്നെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു. എനിക്ക് ഭയങ്കര കുറേ റിയലൈസേഷൻ മനസ്സിലാക്കി. ഓക്കെ ഫൈൻ, നമ്മൾ വിചാരിച്ച പോലെ അല്ല ഈ ലോകം. നമ്മൾ ജെനുവനായിട്ട് നിന്നാലോ, നമ്മൾ ഓപ്പണായിട്ട് നിന്നാലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ നിൽക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആൾക്കാർ വന്നു പോയതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഇമോഷണൽ സപ്പോർട്ട്, എന്താണ് ഞാൻ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ആണ് ഒരു ജെനുവൻ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ് ഒരു മനുഷ്യനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ജെനുവൻ ഫ്രണ്ട്ഷിപ്സ് ബിൽഡ് ചെയ്യാന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ സപ്പോർട്ട്. നമ്മളിൽ പലരും പല ആൾക്കാരുടെ പപ്പറ്റ് ആയിട്ടുണ്ടല്ലേ. അതിപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സോപ്പിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ട് യൂട്ടിലൈസ് വെച്ചിട്ട് യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ പോയിട്ടുണ്ട്. ഞാനത് എന്തുകൊണ്ട് വീണ്ടും അവർ വന്നിട്ട് നോ പറയാത്തതെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടേ, ഞാൻ എൻ്റെ അടുത്ത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ പോയി ഹെൽപ്പ് വയ്ക്കൂ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല. എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഞാൻ അവരെ കണ്ടു. അത് എൻ്റെ വലിയൊരു തെറ്റാണെന്ന് എനിക്ക് പിന്നീട് റിയലൈസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാനൊരു റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നത് എംപത്തി, സിംപത്തി, കണക്ഷൻ, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ട എന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ എക്സ്പെക്റ്റേഷൻസ് ഇൻ ഫ്രണ്ട്ഷിപ്സ്, അത് ലെറ്റ് ഇറ്റ് ബി ഇൻ എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഞാൻ ഈ എക്സ്പെക്റ്റേഷൻസ് അങ്ങ് നിർത്തി.
കാരണം എൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നിന്നായിരുന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്നായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന, ആരും പുള്ളിക്കാരനെ അടുപ്പിക്കുന്നതൊന്നും കൈൻഡ് ഓഫ് ഒരു നേച്ചർ അല്ലായിരുന്നു. പക്ഷേ ഞാൻ വിളിച്ചു, എടാ നീ വന്ന് നിനക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അവൾ വന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളുടെ കാര്യമെല്ലാം സെറ്റിലായി, അവൾ തിരിച്ചു പോയി. അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ വിളിച്ചു, എടാ ഒന്ന് വന്ന് നിൽക്കാൻ പറ്റും, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് നടക്കാനൊക്കെ പാടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടാ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആ സമയം കേട്ടപ്പോഴത്തേക്കും ഞാൻ എന്തുമാത്രം ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അവൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ആഫ്റ്റർ ഇയേഴ്സ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തിനു ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ നോക്കി എൻ്റെ നല്ല മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈമിന് എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷിക്കാം. അവൾ തിരിച്ചു വന്ന് നിൽക്കും, അല്ലെങ്കിൽ അവൾ എന്നെ നോക്കും, അല്ലെങ്കിൽ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ. എന്തിനു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, ഞാൻ ഒരു ഹെൽപ്പ് ചെയ്തില്ല തിരിച്ച് റിട്ടേൺ കിട്ടും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്ത് എന്തിനാണ്? അത് എനിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടും എന്നെ ഓരോ രീതിയിലും എന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്നെ എക്സ്പെക്റ്റ് ചെയ്തു, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തത് ആ വഴി പോയാൽ അത് നല്ല രീതിയിൽ പോയേനെ. നമ്മൾ ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ ഫൈൻ, അവരുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് നമുക്കറിയാം, അവൻ ആ രീതിയിൽ പോട്ടെ. റിലേഷണൽ ട്രാൻസ്ഗ്രഷൻ ആൻഡ് ബിട്രയൽ ഓഫ് ട്രസ്റ്റ്. പലതവണ പറയണ കേട്ടിട്ടുണ്ട്, എന്തോരം പിള്ളേരായി കൊച്ചിനെ പറ്റിക്കുന്ന. കാരണം ഞാൻ ഓരോ ദിവസം അമ്മ ഇന്ന കൊച്ചെന്നെ പറ്റിച്ച അമ്മ എന്നും പറഞ്ഞു അന്നേരം ഞാൻ മോഹമായിരുന്നു. അമ്മ ഒരുപാട് തവണ പറയണേ, ഇതിന് വേണ്ടിയിട്ട് ചേച്ചി പോലും പറയാം, എന്തോ കുഞ്ഞു നിന്നൊക്കെ എങ്ങനെയാണ് ഈ പിള്ളേരെല്ലാവരും നിന്നെ തന്നെ പറ്റിക്കുന്നതെന്ന്. ഞാൻ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുത്തതുകൊണ്ട് മാത്രമാണല്ലോ അവരെന്നെ പറ്റിക്കാൻ സാധിച്ചത്. ഞാൻ ഇത് കണക്ക് പറയുന്ന സംഭവങ്ങളല്ല അവരെ വിശ്വസിച്ച് അവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഞാനൊന്ന് മാറി കഴിയുമ്പോൾ അപ്പുറത്തുള്ള ആളെടുത്ത് ഇത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക, നമ്മളൊരു ലാഫിംഗ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒന്നുമില്ല. ബിക്കോസ് നമ്മളുടെ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഹോമിനെയും കാട്ടിയും അല്ലെങ്കിൽ വീടിനെയും കാട്ടിയും ഒരു സ്കൂളിലാണ്. അപ്പോൾ എന്നെ മോൾഡ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസും മാത്രമായിരുന്നു. എനിക്കിതിനകത്തുനിന്ന് പഠിച്ചൊരു വലിയ കാര്യം എന്ന് പറയുന്നത് റെസിലിയൻസ്. ഞാൻ ബൗൺസ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കും, ഷെയിൻ്റെ ഞാൻ തിരിച്ചു കൊടുക്കും. ഞാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള പല അവസരങ്ങളും ഉണ്ട്. പക്ഷെ ആ ഒരു കറേജ് ഇല്ലാത്തത് കൊണ്ട് അത് മിണ്ടാതടങ്ങി ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ ബൗൺസ് ബാക്ക് ചെയ്യാൻ ഞാൻ കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു കറേജ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാൻ ഞാൻ തുടങ്ങി. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും മെൻ്റലി തൊണ്ട അത് മനസ്സിലാക്കുക, അത് പഠിക്കുക, അത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ ഞാൻ സെൽഫ് റെസ്പെക്റ്റ് മനസ്സിലാക്കി, എൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി, എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ ഡിസേർവിങ് ആണ്. കാരണം പല ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിച്ച് ഞാൻ കേട്ട് മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പോലെ നോക്കിയായിരുന്നാലും നമുക്ക് ബിൽഡ് ചെയ്യുമല്ലോ. അപ്പം എന്നെ ഈ ഇടയ്ക്ക് ഒരു മിസ്സ് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം മിസ് എന്നെ കുഞ്ഞിനെ പഠിപ്പിച്ച മിസ്സ് തന്നെ ആയിരിക്കും ഇത്രയും മിണ്ടാതിരുന്നൊരു കുട്ടിയാണ് ഇത്രയും സംസാരിക്കുന്നത്. കാരണം ചെറുതിലെ ഇത്രയും ഇതെല്ലാം കിട്ടി നമ്മൾ എത്ര മിണ്ടാതിരുന്നാലും എത്ര ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നാലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ എത്ര നാളിങ്ങനെ മിണ്ടാതിരിക്കും, എത്ര നാൾ ഇതൊക്കെ കേട്ട് സഹിച്ച് ക്ഷമിച്ചിരിക്കും. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു ഷെല്ല് പൊട്ടിച്ച് നിങ്ങളുടെ അത്രയും 100% കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. നെവർ എവർ നിങ്ങളുടെ കുട്ടികളെ മിണ്ടാപ്പൂച്ചകളാക്കി ഒന്ന് പറഞ്ഞാൽ അടങ്ങി ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ള രീതി നിങ്ങൾ വളർത്തില്ല, എസ്പെഷ്യലി ഗേൾസിനെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ബോയ്സ് മാത്രം അടിപൊളിയാണ്, ഗേൾസിനെ കുറ്റം പറഞ്ഞല്ല. ഇതെല്ലാം പഠിച്ചതിന് ശേഷം എനിക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒപ്പം ഉണ്ട്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റിയാണ്, മോർ ദാൻ ക്വാണ്ടിറ്റി ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. അത്രയും ജെന്യുവൻ തങ്കം പോലത്തുള്ള പിള്ളേർ ആൺപിള്ളേരുടെ ഇടയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളത്, ഞാൻ പോലും അറിയാണ്ട് ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ റിയലി സോറി. ഞാൻ മനസ്സിനുള്ളിലാണ് ഞാൻ പറയുന്നത്, റിയലി സോറി. ഞാൻ എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തെന്നുള്ള രീതിയിലോ മോശമായിട്ടുള്ള രീതിയിലോ ഞാൻ നിങ്ങളടുത്ത് പെരുമാറിയിട്ടോ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.
ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നി, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളുടെ ഫാമിലി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ഫാമിലി. This is me, Archa Rekha Raja, signing off. Bye.